ഗൈസ് ഏഞ്ചൽ ഓ ഗൈസ് നേരെ കോണമെന്ന് അടിച്ചു. ഗൈസ് ഈ ഇരിപ്പ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്, നമ്മൾ നോർമലി ഇങ്ങനെ അല്ലല്ലോ മീൻ പിടിക്കാൻ വരാറുണ്ട്. പക്ഷെ നമ്മളിന്ന് ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഫിഷിംഗ് ആണ്. കാരണം നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് മീനുകൾ നമുക്ക് പരിചയപ്പെടുത്തി തരാം. ഗൈസ് കടലിലാരോ കുളിക്കാൻ വേണ്ടി ഇറങ്ങി ഷർട്ട് പൂരിച്ചുണ്ട്. ഇതുവരെ ആള് തിരിച്ചു വന്നിട്ടില്ല. മോനെ കിട്ടിയിട്ടുണ്ട് മോനെ സാധനം കണ്ടിട്ടുള്ളൂ. ഇതിന്റെ കളർ കിട്ടണെങ്കിലേ ഈ ഭാഗത്ത് വെച്ചാലും മറ്റുള്ള കളർ കിട്ടുള്ളൂ. ഏഞ്ചൽ നല്ല സൈസ് ഉണ്ട്. സൈസ് നമുക്ക് കാണിച്ചു തരാം ഗൈസ്. അതിൻ്റെ ഭംഗി നിങ്ങളൊന്ന് ആസ്വദിക്കും. ഈ കയറൊന്നും എടുത്തേ ഗൈസ്. എങ്ങനെയുണ്ട് സാധനം? പുളിയല്ലേ? സൈസ് നോക്കി, ഇത്ര സൈസ് ഉണ്ട് ഗൈസ്. അങ്ങനെ ഏഞ്ചൽ മീനെ റിലീസ് ചെയ്തിട്ടിരിക്കുമ്പോഴാണ് നമുക്ക് അടുത്തൊരു വെറൈറ്റി മീൻ അടിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടിട്ടോ. എന്തത്? ഓ ഇത് നമ്മള് നല്ല ഭംഗിയുണ്ടല്ലേ? അതിന്റെ ഭംഗി ഓ ഗൈസ്, അതെന്തൊരു ലൈറ്റില്ലേ? ഈ കയ്യിൽ നിന്ന് നോക്കിയേ, സൂര്യന്റെ പ്രകാശം മറ്റേ. ഇതെന്ത് മീനെന്ന് അറിയുന്നവർ? ഗൈസ് ഇത് മഡ് സ്കിപ്പർ ഫാമിലി വരുന്ന ഒരു സ്പീഷ്യസ് മീനാണ്. അങ്ങനെ മഡ് സ്കിപ്പറെ റിലീസ് ചെയ്ത് 5 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് അടുത്ത് ഒരു മീൻ അടിച്ചു. ഗൈസ് ഇപ്പൊ നമുക്ക് കിട്ടിയ മീനിനെ ഇവിടെ ഷാഫി മീൻ എന്നാണ് പറയാ. നേരെ കോണമെന്ന് അടിച്ചു. ഈ ഒന്ന് കൈ പിടിച്ചിട്ട് വെക്കരാ. നല്ല രസമുണ്ട് മിലിറ്ററി. ഓ പോളി പോളി പോളി. ഇങ്ങനെ നമ്മള് ഷാഫിനെ ഇറക്കിയിട്ടുണ്ട്. ഗൈസ് ഇന്ന് നമുക്ക് കിട്ടിയ എല്ലാ മീനും വെറൈറ്റി ഡിഫറെൻ്റ് ആയിട്ടുള്ള മീനുകളായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് നമുക്ക് കിട്ടിയ മീൻ ഒരു ശേരിയായിരുന്നു. ഗൈസ് നമുക്ക് കിട്ടിയ എല്ലാ മീനുകളെയും നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസ് നമ്മൾ ഷോർട്ടിലായിട്ട് അപ്ലോഡ് ചെയ്യണമെന്നാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ മാക്സിമം ലൈക്കും ഷെയറും കമൻറ്റും ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. എന്നെങ്കിൽ നമുക്ക് അടുത്തൊരു വീഡിയോ ഇടാൻ അതൊരു പ്രചോദനമാവും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.